പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് ദൈവവിശ്വാസികളെന്ന് പേരുള്ള ചിലരെല്ലാം ദൈവം വരുന്നത് ഇടുക്കുവാതിലൂടെ ആണോ എന്ന് ആക്ഷേപിച്ച് സംസാരിച്ചു എന്ന് കേൾക്കുവാനിടയായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇടുക്കുവാതിലുടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതുവഴി കടന്നു പോകുന്നവർ വളരെയാണ് താനും. രക്ഷയിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുക്കം, വഴി ഞെരുക്കം, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. വാസ്തവത്തിൽ ഏതൊരു മനുഷ്യനും ദൈവരാജ്യത്തിൽ കടക്കുവാനുള്ള ഏക വഴി ഇടുക്കുവാതിലാണ് എന്ന സത്യം ബൈബിൾ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വാക്ക് അവിടുന്ന് ആവർത്തിച്ച് പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കൃത്യമായി പറയുന്നു, ഇടുക്കുവാതിലുടെ അകത്ത് കടപ്പാൻ നോക്കുവിൻ, മറ്റൊരു വഴിയിലൂടെയും ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് അവിടുന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ ഇടുക്കുവാതിൽ ഒഴിവാക്കിക്കൊണ്ട് മറ്റു വഴിയിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അനേകർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എളുപ്പമുള്ള വഴി, അതായത് വിശാലമായ വാതിൽ, വളരെ വിസ്തൃതമായ വഴിയും അതുവഴി കടന്നു പോകുന്നവർ വളരെയാണ്. അവരുടെ വിചാരമിരിക്കുന്നത് ഇടുക്കുവാതിൽ ഞങ്ങൾക്ക് ബാധകമല്ല, ഞെരുക്കമുള്ള വഴിയും ഞങ്ങളെ ബാധിക്കുന്നില്ല, ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പോകുന്നവരാണെന്നുള്ള ധാരണയിൽ മതകാര്യങ്ങളിലെല്ലാം താല്പര്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവരെല്ലാം ചെന്നവസാനിക്കുന്നത് നരകത്തിലാണ് എന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. സുഖകരമായ ഈ ലോകത്തിൻ്റെ സമ്പത്തിനോടുള്ള താല്പര്യവും സുഖലോലുപതയും കൈവിടാതെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ഒന്നും കൈവിടാതെ തന്നെ ഈ ലോകത്തിൻ്റെ മാനുഷികമായ ബന്ധങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട്, അവയോടുള്ള അത്യന്തപരമായ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ, അത് ജഡികമായ താല്പര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് തന്നെ ഞങ്ങളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്നുള്ള മിഥ്യാധാരണയോടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വർഗത്തിലേക്കുള്ള വാതിൽ വളരെ ഇടുക്കമാണ്, വളരെ ഇടുക്കമുള്ളത്, അതും വലിയ പ്രയാസമാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുന്നത്, ദൈവരാജ്യം യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അത് പിടിച്ചടക്കുന്നു. ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പ്രതിയോഗി ശക്തിയോടെ എതിർത്ത് പോരാടിക്കൊണ്ട് നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. ആ പ്രതിയോഗിയെ മാനുഷിക ബുദ്ധി കൊണ്ട് ഒരു കാരണവശാലും നേരിടാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ പ്രതിയോഗിയെ നേരിടാനായിട്ട് കഴിയുള്ളൂ. പ്രതിയോഗി വളരെ ശക്തനാകിയാൽ അതിനെ നേരിടാൻ കഴിയണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നാം 100% നിഷ്കളങ്കരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. വിശുദ്ധമായ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുകയുള്ളൂ എന്ന ഒരു പരമാർത്ഥം കൂടെ അവിടെ വ്യക്തമാക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ പ്രതിയോഗിയെ തരണം ചെയ്തുകൊണ്ട് മറുവശം കിടക്കാനായിട്ട് കഴിയുള്ളൂ, അഥവാ ഇടുക്കുവാതിൽ കിടക്കാൻ കഴിയുള്ളൂ. ഇടുക്കുവാതിൽ കടന്നാൽ തന്നെയും വഴി ഞെരുക്കമുള്ളത് എന്നാണ് പറയുന്നത്. ഇടുക്കുവാതിൽ കടന്നു അഥവാ ദൈവരാജ്യത്തിൽ കടന്നു എന്ന് കരുതി
ദൈവരാജ്യത്തിൽ അവനാകുന്നില്ല. അത് വീണ്ടും അവൻ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിലുടനീളം ഈ ലോകത്തിൽ അവന് അനുവദിച്ചിട്ടുള്ള ആ കാലഘട്ടമത്രയും ഞെരുക്കത്തിൻ്റെ വാതിലൂടെ അവൻ നടന്നുപോയേ മതിയാവൂ. അഥവാ ഈ ലോകത്തിൻ്റെ വഴിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള നടപ്പാണ്, എതിരെയുള്ള നടപ്പ്. അഥവാ ഒഴുക്കിന് എതിരെ നീന്തുക എന്നാണ് പറയുന്നത്. അഥവാ ഇപ്രകാരം യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്ന ഇതാണ്: ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെയോ ഈ ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഇല്ല. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവയൊന്നും ദൈവത്തിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്ര എന്ന് യോഹന്നാൻ്റെ സുവിശേഷം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ പറയുന്നു. പ്രിയമുള്ളവർ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ ഇടുക്കുവാതിലൂടെ പ്രവേശിക്കുവാനോ ഞെരുക്കത്തിന് വഴിയോ സഞ്ചരിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് വളരെ 100% നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സത്യമാണല്ലോ. മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ജഡസ്വഭാവമുള്ള മനുഷ്യൻ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. അഥവാ ജഡസ്വഭാവമുള്ളവർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവൻ്റെ ശാരീരിക ഇഷ്ടത്തിന് അനുസരിച്ച കാര്യങ്ങളെ അവൻ അന്വേഷിക്കുന്നു. അവൻ ഒരിക്കലും ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നവനല്ല. ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അഥവാ ആത്മസ്വഭാവമുള്ളവൻ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുന്നു. അവൻ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ഭൗതിക വിഷയങ്ങളിൽ അവൻ മനസ്സ് വയ്ക്കുന്നില്ല. അവൻ ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ട് ലോകത്തിലെ മനുഷ്യർക്കാർക്കും അവനെ അംഗീകരിക്കാൻ കഴിയുന്നതും അല്ല. തിരുവചനം കൊലോസ്യരുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി എഴുന്നേറ്റവരാണ് എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്, അഥവാ സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ അന്വേഷിക്കുവിൻ എന്ന് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി പറയുകയാണ്. പ്രിയമുള്ളവർ, അങ്ങനെ എങ്കിൽ ഈ ഇടുക്കുവാതിലൂടെയുള്ള പ്രവേശനം എത്രയോ പ്രയാസമാണ്. നമുക്കറിയാം, മാനുഷികമായ ബുദ്ധിയിൽ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളെ വിട്ടുപിരിക്കുക സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ സാധിക്കുന്നതല്ല. യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാൻ നോക്കിയാൽ അവരതിനെ കളയും. ആരെങ്കിലും എൻ്റെ നിമിത്തം ജീവനെ കളഞ്ഞാലോ അവൻ അതിനെ നേടും. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ശാരീരികമായ ജീവിതത്തിൻ്റെ ഭദ്രത നോക്കി, അഥവാ യേശുവിനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ ഈ ലോകത്തിലെ ഭൗതികമായ നഷ്ടങ്ങൾക്ക് കാരണമാകുമെങ്കിൽ അത് വേണ്ട എന്ന് വെച്ച്, ഈ യേശുവിനെ അനുഗമിക്കുന്നത് വേണ്ട എന്ന് വെച്ച് വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്താൽ അവൻ നരകത്തിലേക്ക് ചെന്ന് പതിക്കുകയുള്ളൂ എന്ന് തിരുവചനവും നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ നിമിത്തം ജീവനെ കളഞ്ഞാലോ അവനെന്നെ നേടും എന്ന് വെച്ചാൽ യേശുവിനെ അനുഗമിക്കുമ്പോൾ പ്രതിയോഗികൾ ധാരാളം ഉണ്ടാകും. അത് ഒരുപക്ഷെ ഇത് ജീവന് ഭീഷണി തന്നെ ആയെന്ന് പറഞ്ഞാലും, വസ്തുവകളൊക്കെ നഷ്ടമായെന്ന് പറഞ്ഞാലും, ആളുകളെല്ലാം എതിരായി തീർന്നാലും മുന്നോട്ട് തന്നെ യാത്ര ചെയ്യണം. യേശു വീണ്ടും പറയുകയാണ്: നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് യാതൊന്നും ചെയ്യാൻ കഴിയാത്തവനെ ഭയപ്പെടരുത്. ആത്മാവിനെ ശരീരത്തെ ഒരുമിച്ച് നരകത്തിൽ തള്ളിത്താഴ്ത്താൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. പ്രിയമുള്ളവരെ, ഭയം കൂടാതെ ധൈര്യത്തോടെ ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം.
നമ്മെ ഭീഷണിപ്പെടുത്തുകയോ നമ്മളെ വെറുക്കുകയോ ചെയ്യുന്ന, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന, ലോകപ്രീതിയിലേക്ക് നമ്മെ വലിച്ച് ഇഴയ്ക്കുകയോ ചെയ്യുന്ന മനുഷ്യരോട് കൂടിയല്ല നമ്മൾ ചേർന്ന് പോകേണ്ടത് എന്ന് ഓർക്കുക. ഈ ലോകത്തിലെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകും. ആ ജീവിതം കഴിഞ്ഞ് ദൈവരാജ്യത്തിൽ നമ്മൾ കഷ്ടം സഹിച്ച് ദൈവരാജ്യത്തിൽ എത്തിച്ചേരാത്തിടത്തോളം കാലം നാം ഈ ലോകത്തിൽ മരിക്കുന്ന നിമിഷം നിത്യനരകത്തിൽ തന്നെയാകും. കോടാകോടി വർഷം കഴിഞ്ഞാലും അവസാനിക്കാത്ത നരകത്തിൽ എത്തിച്ചേരാനിടയാകും. അങ്ങനെ നരകത്തിൽ എത്തിച്ചേരാതിരിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി നമ്മളെ ജീവൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് തുടങ്ങുക. വളരെ ഉത്സാഹത്തിൽ മുന്നേറുവാൻ സഹായിക്കുക. ഇടുക്കുവാതിലൂടെ അല്ലാതെ ഒരൊറ്റ മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ആവർത്തിച്ച് പറയുകയാണ്. ഇടുക്കുവാതിലൂടെ അല്ലാതെ ആർക്കും പ്രവേശനം ഇല്ല. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.